നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 556 556. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വത്യൈ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 556. ഇന്ന് 48-ാം സർഗം ലീലാകാന്ഡത്തിൽ ബ്രഹ്മമോഹനം എന്നുള്ളതാണ് പറയേണ്ടത്. അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് 47-ാം അധ്യായത്തിൽ 47-ാം അധ്യായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വത്സസ്തേയം, അതിൽ അവസാനത്തെ ശ്ലോകം 43 പറഞ്ഞു നിർത്തിയത്. ജസ്റ്റ് ഫോർ റീകണക്ഷൻ. എന്താണ്? അന്നാൾ അലിഞ്ഞിളയ പുല്ലുകൾ മേഞ്ഞുകൊണ്ടും പിന്നാലെ നിന്നവയെ മേച്ചു കളിച്ചുകൊണ്ടും നന്ദാത്മജൻ കുളിർമയേന്തിയ വിശ്വവന്ധ്യ വൃന്ദാവനത്തിൽ വിളയാടിയൊരാണ്ട് ഈ വണ്ണം. ഒരു വർഷം ആണിങ്ങനെ ഭഗവാൻ പശുക്കളായും പശുക്കുട്ടികളായും ഗോപന്മാരുമായിട്ട് തീർന്ന് വൃന്ദാവനത്തിലെ ഗോപന്മാരെയും ഗോപസ്ത്രീകളെയും ആനന്ദത്തിൽ ആറാടിച്ചത്. അപ്പോൾ ബ്രഹ്മമോഹനം ഇവിടെ എന്താ സംഭവിച്ചത്? ഒന്നാമത്തെ ശ്ലോകം 48-ാം സർഗം. ആ മട്ടിൽ അന്ന് കാർവർണ്ണൻ പിറക്കാതെ കുമാരനായി വ്രജത്തിൽ അമ്പാർന്നോരോ വീട്ടിലും വിളയാടവേ. ഓരോരോ വീട്ടിലെ പശുക്കളും പശുക്കുട്ടികളും ഗോപക്കുട്ടികളായിട്ട് ഭഗവാൻ ലീലയാടി. വ്രജത്തിൽ അമ്പാർന്നോരോരോ വീട്ടിലും വിളയാടവേ. ഒരാണ്ടിന് 5-6 ദിനം മുമ്പോളം, ഒരാണ്ടിന് 5-6 ദിവസം മുമ്പേ ബലരാമനും അറിഞ്ഞില്ല അളിവർണ്ണൻ്റെ അത്തരം പുതുകൗതുകം. സ്വന്തം ജ്യേഷ്ഠൻ ബലരാമസ്വാമിക്ക് കൂടി ഇത് ഭഗവാന്റെ ഒരു ലീലാവിനോദം ഇങ്ങനൊന്നും ഉണ്ടായി എന്നുള്ളത് അറിഞ്ഞില്ല. ഗോവർദ്ധന കുന്നിലളം പച്ചപ്പുല്ലുകൾ മേയവേ പശുക്കളൊരു നാൾ ചോട്ടിൽ മേയും മൂത്തകിടാങ്ങളെ കണ്ട് ഗോപാലകന്മാരെ കൂട്ടാക്കാതോടി വന്നുടൻ പിന്നീട് പെറ്റതും കൂടി ഓർക്കാതെ ആനന്ദവായ്പിനാൽ. ശ്രദ്ധിക്കണം. ഗോവർദ്ധന കുന്നിൽ ഇളം പച്ചപ്പുല്ലുകൾ മേയവേ പശുക്കൾ ഒരു നാൾ ചോട്ടിൽ മേയും മൂത്തകിടാങ്ങളെ കണ്ട് ഗോപാലകന്മാരെ കൂട്ടാക്കാതെ ഓടി വന്ന് ഉടൻ പിന്നീട് പെറ്റതും കൂടി ഓർക്കാതെ ആനന്ദവായ്പിനാൽ കുടിപ്പിക്കുന്നതായി കണ്ടു ബലദേവൻ മഹാശയൻ. എന്താപ്പത്? ഇങ്ങനൊരു സംരംഭം ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ. ഓർത്താനുൾപ്പൂവിൽ ഈ വണ്ണം ഇതെന്തൊരു മഹാത്ഭുതം. ഇങ്ങനെ ഒരു അത്ഭുതം നടക്കാൻ എന്താണ് കാരണം? ഇളം കിടാങ്ങളെ മറന്ന് ഇവയോടിത്ര കൗതുകം പൈക്കൾക്കും തോന്നുവാനെന്തോ ഹേതുവുണ്ടായിരിക്കണം. ഒരു തക്കതായ കാര്യമില്ലാതെ കൊണ്ട് ഇങ്ങനെ സംഭവിക്കില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അതുമല്ല, ഇത്രയും കോപിച്ചണഞ്ഞ വലിയോരിതാ പഹിതങ്ങളെ കണ്ടു തന്നെ പരമാനന്ദമഗ്നരായി. കുട്ടികളെ കണ്ടപ്പോൾ വളരെ വാത്സല്യാധിക്യത്തോടുകൂടി എനിക്കും കൃഷ്ണനിൽ പോലെ ഗോപബാലരിലൊക്കെയും സംപ്രീതി തോന്നുവാനെന്തേ കാരണം കാൺമതില്ല ഞാൻ. അവിടെയാണ് പ്രശ്നം. കണ്ടുവോ? എനിക്ക് എൻ്റെ അനിയൻ കൃഷ്ണനോട് തോന്നുന്ന കൂട്ടത്തിൽ എന്തുകൊണ്ടാണ് മറ്റു ബാലന്മാരോട് തോന്നിയിട്ടുള്ളത്? അതിൻ്റെ കാരണം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവണത്. തൻ്റെ അനിയൻ അടുക്കത്തെ വീട്ടിലെ ഗോപനും കൂടിയിട്ട് വ്യത്യാസമില്ലേ? ഇതങ്ങനെയല്ല. എൻ്റെ അനിയനെ പോലെ തന്നെ ഞാനിപ്പോൾ ഈ വൃന്ദാവനത്തിലെ എല്ലാ ഗോപന്മാരോടും എനിക്ക് എന്തോ അറിയാത്ത ഒരു ഉൾപ്രേമം അതെങ്ങനെ വന്നു? ഞാൻ ഇത്ര വെഡ്ഡിയായോ? ഞാൻ എന്താ ഇത്ര കാലം ഇതിനെപ്പറ്റി ആലോചിച്ചില്ല?
ബലരാമൻ്റെ മനോഗതാണത്. എനിക്കും കൃഷ്ണനിൽ പോലെ ഗോപബാലരിലൊക്കെയും സംപ്രീതി തോന്നുവാനെന്തേ കാരണം കാൺമതില്ല ഞാൻ വ്രജത്തിലേ വരും പ്രേമം കൃഷ്ണനിൽ പോലെ തന്നെയാം തൻകിടാങ്ങളിലൊട്ടേറെ നാളായി കാണിപ്പതോർപ്പു ഞാൻ. വ്രജവാസികളായിരിക്കുന്ന ഗോപന്മാരും ഗോപസ്ത്രീകളും ശ്രീകൃഷ്ണനോട് കാണിക്കുന്ന അതേ താല്പര്യമാണല്ലോ ഇപ്പോൾ മറ്റു കുട്ടികളോടും അവരുടെ കുട്ടികളോടും കാണിക്കണത്. അങ്ങനെയല്ലല്ലോ പൊതുവ്. ഇതിലെന്തോ ഒരു മലക്കം മറിച്ചിലുണ്ടായിട്ടുണ്ട്. വ്രജത്തിലേവരും പ്രേമം കൃഷ്ണനിൽ പോലെ തന്നെയാം തൻകിടാങ്ങളിലൊട്ടേറെ നാളായി കാണിപ്പതോർപ്പു ഞാൻ. സത്യം പറയട്ടെ, നിങ്ങൾ എത്രയോ സപ്താഹങ്ങൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനൊരു അവസരം നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഞാൻ തന്നെ സപ്താഹം ചെയ്തിട്ടുണ്ട്, എനിക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ 2001 ഈ ഇതിലേക്ക് വന്നത്. 2019 ഈ കൊറോണയോട് കൂടിയിട്ട് നിർത്തുകയും ചെയ്തു. ഞാനൊരു അമേച്ചറാണ്, ഞാനൊരു പ്രൊഫഷണൽ ആചാരനല്ല. അപ്പോൾ ഞാനും പഴയ നോട്ടീസ് നോക്കിയിട്ട് തന്നെയാണ് ഞാനും തുടങ്ങിയത്. പക്ഷേ ഞാൻ പറയുന്നതിൽ വേദാന്ത തത്വശാസ്ത്രങ്ങൾ പറഞ്ഞിരുന്നു. കാരണം ദ്വൈതം വേറെ അദ്വൈതം വേറെ, നമ്മളിൽ തന്നെയാണ് ചൈതന്യം. ഞാൻ ഈ ഉണ്ണിയൂട്ടിനും അതേമാതിരി അവിൽക്കിഴിക്കും രുക്മിണി സ്വയംവരത്തിനും വ്യക്തിപരമായിട്ട് ഞാൻ എതിരുമായിരുന്നു. പക്ഷേ ഈ ഒരു ഗഹനത അന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഉള്ളത് പറയാണ്ട് ഞാൻ ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. എൻ്റെ പരമാത്മ ചൈതന്യം ഉള്ളത് ഇവർക്ക് അറിയാമല്ലോ. അപ്പോൾ എനിക്കൊരു സന്തോഷം, ഈ മൂലം ഭാഗവതം പറയാൻ ഒരു വഴി വന്നതന്നെ എനിക്ക് ദൈവം തന്ന ഒരു അനുഗ്രഹം. അതേപോലെ തന്നെ ഈ ശ്രീകൃഷ്ണ കഥാമൃതം ഇത്രയും ലളിതമായിട്ടൊരു ഗ്രന്ഥം എൻ്റെ കയ്യിൽ വന്ന് പെടാനും അതിനെ സ്വാംശീകരിക്കാനും സാധിച്ചതിലുള്ള സന്തോഷം കുറച്ചൊന്നുമല്ല. അപ്പോൾ ഇവിടെ പറയണു, വ്രജത്തിലെ വരും പ്രേമം കൃഷ്ണനിൽ പോലെ തന്നെയാം തൻകിടാങ്ങളിലൊട്ടേറെ നാളായി കാണിപ്പതോർപ്പു ഞാൻ. കഷ്ടം, ഒരു വർഷമായി. വെണ്ണോരാരെങ്കിലും ശക്തി പരീക്ഷിപ്പതിന്നെ ഈ വിധം ചെയ്തുള്ള മായയോ ലീലാകൗതുകം കൊണ്ടു യോഗികൾ. ദേവന്മാർ വല്ലവരിങ്ങനെ വല്ല വിദ്യ ചെയ്തോ? യോഗീശ്വരന്മാർ വല്ല വിദ്യ ഇങ്ങനെ ചെയ്തോ? മുൻകിടാങ്ങളെ വല്ലോരും മാറ്റി വന്നുല്ലസിക്കയോ? മുൻകിടാങ്ങളെ വല്ലോരും മാറ്റി വന്നുല്ലസിക്കയോ? മഹാന്മാരെന്നും ആമട്ടിൽ ചെയ്യില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. മഹാന്മാർ ഒരു അരനിമിഷം കൂടി മറ്റുള്ളവർക്ക് ആശങ്ക ഉണ്ടാക്കുന്ന കൂടുതൽ ചെയ്യില്ല. ദാറ്റ് ഈസ് ദി പോയിന്റ്. ഈ മറ്റുള്ളവരുടെ വീക്ക്നെസ്സിനെ മുതലെടുക്കുക, അത് അല്പന്മാർ ചെയ്യുന്നതാണ്. ഒരു ജ്ഞാനി ഒരിക്കലും ആത്മാവുള്ളൊരു വ്യക്തിയെ അപഹസിക്കില്ല. ജ്ഞാനിയാവണം. കാരണം ഒരു വ്യക്തിയുടെ ശ്രേഷ്ഠത കിടക്കണം എന്താ? തന്നിലെ ചൈതന്യം തന്നെയാണ് മറ്റുള്ളവരുടെ ചൈതന്യം എന്ന് മനസ്സിലാക്കണേലാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് കടം വാങ്ങിക്കൊണ്ടുപോയിട്ട് തരാത്തവനോട് കൂടി ഒരു കടക്കാരനായിട്ട് നമ്മൾ കരുതരുത്. കാരണം അവനിലും ആരുണ്ട്? ഭഗവത് ചൈതന്യം. അപ്പോൾ എന്നാൽ കടമല്ല, നമ്മൾക്ക് വെറുതെ തന്നവരെ നമ്മൾ മറക്കാൻ പാടില്ല. കാരണം എന്താ അങ്ങനെ പറയാൻ കാരണം ചോദിച്ചാൽ, കൃതജ്ഞതയ്ക്ക് പകരം കൃതജ്ഞനാവാൻ പാടില്ല. അനുഭവിച്ചത് മറക്കരുത്. മറന്നാൽ നമ്മളല്ലാണ്ടാവും. നമ്മളല്ലാണ്ടായാൽ നമ്മളിലുള്ള ചൈതന്യം ചത്തതിനൊക്കെ ജീവിച്ചിരിക്കുന്നുള്ള മാതിരിയാവും. അതാവാൻ പാടില്ല. അപ്പം ഇവിടെ എന്താ, മഹാന്മാരായി തീരണം എന്ന് വിചാരിച്ചിട്ടല്ല, മഹാന്മാരാവണം എങ്ങനെയാണ്? മഹത്വം അനുഭവിക്കുക കാരണമാണ്. അപ്പം മഹത്വം എന്താ? തൻ്റെ നിലനിൽപ്പിന് കാരണഭൂതരായിട്ടുള്ളവരെ ഈശ്വരതുല്യം സ്നേഹിക്കുക, ആരാധിക്കുക.
അപ്പോൾ മഹാന്മാരെന്നും ആമട്ടിൽ ചെയ്യില്ല അന്യഗുണാർത്ഥികൾ തൻ കിടാങ്ങളിൽ ഉൾപ്രേമം വളർത്തി മുകിൽ വർണ്ണനിൻ ചുരുക്കാൻ കംസനോ മറ്റോ ചെയ്തിടും മായയാകുമോ. അപ്പോഴും ബലരാമന് ശരിക്കുള്ള കാര്യം മനസ്സിലാവണില്ല. കാരണം എന്താ, ഭഗവാന്റെ മായയെ ജയിക്കാന്ന് പറഞ്ഞാൽ ഈസിയല്ല. എന്നാൽ കംസന്റെ വിദ്യ വലുതായിരിക്കും ഇത്. അല്ല ഇത് ഓർക്കിലൻ കൃഷ്ണൻ തന്നെ ചെയ്തുള്ള ലീലയാം. ഇത്ര വലിയ ലീലയ്ക്ക് കംസനൊന്നും പ്രാപ്തിയല്ല. ഇത് എൻ്റെ അനിയൻ പറ്റിച്ച പണി തന്നെയാണ്. അതിന് തക്കതായ കാരണം ഉണ്ടാവും. തൻ്റെ അനിയനെ ബലരാമസ്വാമിക്ക് അത്ര ഇഷ്ടമാണ്, അത്ര ബഹുമാനാണ്. ബലരാമസ്വാമിക്ക് ഒന്നറിയാം, രാമായണത്തിൽ ഞാൻ ജ്യേഷ്ഠനായിരുന്നത് അനിയനായിരുന്ന എനിക്ക് സ്ഥാനം തന്ന് ബഹുമാനിക്കാൻ ഈ ഒരു അവതാരം ഉപയോഗിച്ചതാണ് എന്ന് പൂർണ്ണ വിശ്വാസം ആർക്കുണ്ട്? ബലരാമസ്വാമിക്കുണ്ട്, അല്ലെങ്കിൽ അനന്തമൂർത്തിക്കുണ്ട്. അനന്തമൂർത്തിയാണ് അവിടെ ലക്ഷ്മണനും ഇവിടെ ബലരാമനായിട്ടുള്ളത്. അതുകൊണ്ട് അല്ല ഇത് ഓർക്കിലൻ കൃഷ്ണൻ തന്നെ ചെയ്തുള്ള ലീലയാം, അല്ലാതെ മറ്റൊരാളെ കൊണ്ടാവില്ല എന്നെ മയക്കുവാൻ. അതാണ് ശരി. അനന്തമൂർത്തിനെ മയക്കാൻ ഒരാൾക്ക് സാധിക്കില്ല. നോക്കൂ, ഇത് ബാലിശാണെന്നോ നിങ്ങൾ വിചാരിക്കണത് അല്ല. ഇതാണ് ഇതിൻ്റെ ശ്രേഷ്ഠത. ഈ ശ്രേഷ്ഠതയിൽ നമ്മൾക്ക് ഭാഗഭാക്കാവാൻ സാധിച്ചാൽ നമ്മൾ മഹാന്മാരായി. നമ്മളെല്ലാവരും മഹാന്മാരാണ്, പക്ഷെ മഹത്വം അനുഭവിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണില്ല. അതുകൊണ്ടാണ് അല്ലാതെ മറ്റൊരാളെ കൊണ്ടാവില്ല എന്നെ മയക്കുവാൻ. എന്താ വേണ്ടേ? ഈശ്വരാധീനം എനിക്ക് എൻ്റെ ഉള്ളിൽ ഈശ്വര ചൈതന്യമുള്ളപ്പോൾ ഞാൻ മായയിൽ മുങ്ങില്ല എന്ന് ഈ ഒരു ബേസിക് ഇപ്പം എന്താ ബലരാമസ്വാമി പറഞ്ഞത്? എന്നെ മയക്കാൻ വേറൊരു മായയ്ക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ പോലെ ഞാൻ മായയ്ക്ക് അടിപെടില്ല. ശ്രീകൃഷ്ണ പരമാത്മാവ് എൻ്റെ ഉള്ളിലുണ്ട്, അല്ലെങ്കിൽ മഹാവിഷ്ണു ചൈതന്യം എൻ്റെ ഉള്ളിലുണ്ട് എന്ന് അങ്ങോട്ട് വിചാരിച്ചു നോക്കൂ. നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. അപ്പോൾ ഉടൻ താൻ കണ്ടു വിജ്ഞാന ദൃഷ്ടി കൊണ്ടച്യുതാഗ്രജൻ. ഉടൻ തന്നെ അനന്തമൂർത്തിക്കുള്ള വിജ്ഞാന കൗതുകം ഉടൻ താൻ കണ്ടു വിജ്ഞാന ദൃഷ്ടി കൊണ്ട് അച്യുതാഗ്രജൻ, ചുതിരഹിതനായിരിക്കുന്ന അച്യുതൻ്റെ അഗ്രജനായിരിക്കുന്ന ബലരാമസ്വാമി പശുക്കിടാങ്ങളും ഗോപബാലലും മുകിൽ വർണ്ണനായി ഋഷി ദേവാംശമായി വന്ന ബാലരിലൊക്കെയും കണ്ടോ. ആരാണ് ഈ ഗോപക്കുട്ടികളെ? ഋഷി ദേവാംശമായി വന്ന. ഞാനിത് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളോട് പറഞ്ഞത്. നിങ്ങളോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, രാമായണ കാലത്തിലെ വാനരന്മാർ ദേവന്മാരും ഋഷീശ്വരന്മാരായിരുന്നു. അവർ തന്നെയാണ് ഈ ഈ ഈ ഈ ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണനെ ശ്രീകൃഷ്ണൻ്റെ സന്തത സഹചാരികളായി തീർന്നിട്ടുള്ള ഗോപന്മാരും ഗോപസ്ത്രീകളും. ഋഷിദേവാംശമായി വന്ന വത്സപാലരിലൊക്കെയും അഭിന്നനായോ ആ നിന്നിൽ പിന്നെയും ഭേദമെങ്ങിനെ. അഭിന്നനായോരാ നിന്നിൽ, ഭിന്നനല്ലാത്ത നിന്നിൽ പിന്നെയും ഭേദമെങ്ങിനെ. ചുരുക്കി ചൊല്ലുവാൻ അമ്പാർന്ന് അപേക്ഷിച്ചത് കേട്ടുടൻ മെല്ലവേ ചൊല്ലി കാർവർണ്ണൻ കഥയെല്ലാം സവിസ്തരം. കണ്ണാ, ബലരാമൻ ഭഗവാനെ സല്യൂട്ട് ചെയ്യണം. കണ്ണാ, ഇതിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്നെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുമോ? പറഞ്ഞു മനസ്സിലാക്കേട്ടാ. ചുരുക്കി ചൊല്ലുവാൻ അപേക്ഷിച്ചതു കേട്ടുടൻ. അനിയനോട് അപേക്ഷിക്കണോ? പക്ഷേ അദ്ദേഹത്തിന് അറിയാം ഇത് സാക്ഷാൽ ജഗദീശ്വരനാണ് എന്നുള്ള ബോധത്തിലാണ്. അപ്പോൾ ജഗദീശ്വരൻ ഏത് ഭാവത്തിലാണെങ്കിലും അദ്ദേഹത്തിന് അർഹിക്കുന്ന ബഹുമാനം കൊടുക്കേണ്ടത് നമ്മളാണ്. ഇതാണ് ബലരാമനിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. തൻ്റെ അനിയനാണെങ്കിലും അദ്ദേഹം ആരാ? അദ്ദേഹം ഈ ജഗത്തിൻ്റെ നിയന്താവ്.
നമ്മുടെ ഉള്ളിൽ ഇരുന്നിട്ടും നമ്മൾക്കത് അറിയാതെ പോയിട്ടുള്ളത് നമ്മൾ ലൗകികതയിൽ കൂടുതൽ താല്പര്യം മിക്കക്കാരനാണ്. ഐ ആം സോറി, എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഓരോ ദിവസാനുഭവങ്ങൾ ചില്ലറയല്ല. ഇന്നിവിടെ പൊടിപ്പൊടിപ്പൻ മഴയായിരുന്നു, പൊടിപ്പൊടിപ്പൻ മഴ. ഞാനിന്ന് ശ്രീകൃഷ്ണ കഥാമൃതം പറയുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ സമയം ഏറെക്കുറെ 7:30 7:45 കഴിഞ്ഞു. എനിക്ക് വേണ്ടി മഴ നിന്ന കൂട്ടത്തിൽ, എനിക്ക് വേണ്ടിയിട്ടില്ല, ശ്രീകൃഷ്ണ കഥാമൃതം ചെയ്യാൻ സൗകര്യമാക്കി തന്നു ഭഗവാൻ. അതുകൊണ്ടാണ് ഞാൻ വികാരം കൊള്ളില്ല. ഞാൻ വിചാരം കൊള്ളുമ്പോൾ ഒരു പുല്ല് പോലെ ഉള്ള ഒരാൾക്ക് ഇത്രയൊക്കെ ഭഗവത് കടാക്ഷം എങ്ങനെ കിട്ടണം? അതുകൊണ്ട് അത് ബലരാമൻ്റെ സ്തുതികൾ, ഭഗവാനോടുള്ള സല്യൂട്ടേഷൻ കണ്ടപ്പോൾ സല്യൂട്ടേഷൻ അല്ലാതെ ആ റിക്വസ്റ്റ്, അപേക്ഷ, അനിയ നീ എന്നോട് പറയൂന്നല്ല പറഞ്ഞത്, ചുരുക്കി ചൊല്ലുവാൻ അമ്പാർന്നപേക്ഷിച്ചത്. അമ്പാർന്ന് ആ വാക്ക് എടുത്ത പൊന്തുവോ? ഇല്ല. ഭഗവാനോട് എളിമയോടുകൂടി പറയാണ്. അമ്പാർന്ന് അപേക്ഷിച്ചത് കേട്ടുടൻ മെല്ലവേ ചൊല്ലുകാർ വർണ്ണൻ കഥയെല്ലാം സവിസ്തരം. സത്യലോകത്തിൽ അന്നുണ്ടായതത്രേ വേറെയൊരത്ഭുതം. അന്ന് സത്യലോകത്തൊരു അത്ഭുതം ഉണ്ടായി. ദ്വാരപാലൻ തടഞ്ഞോതി വിധാതാവിനോട് ഈ വിധം ബ്രഹ്മാവിനോട് പറഞ്ഞു, അമരേ തിന്നു വിഘ്നം ചെയ്തൊരു കുറ്റത്തിനങ്ങയെ പിരിച്ചിരിക്കുന്നു പോലും പുതുതായൊരു നാൻമുഖൻ. നോക്കൂ, ഭഗവാന്റെ അടുത്ത് ഭഗവാനെ പരീക്ഷിച്ചു. ആരെ? ബ്രഹ്മാവ്. ഇനിയിപ്പോൾ ഒരു 4-5 ദിവസം കൂടിയേ ഉള്ളൂ കാലം കൂടാൻ, ഒരു വർഷമാവാൻ. അപ്പോൾ ഒരു ദിവസം ഒരു കാവക്കാരൻ, സത്യലോകത്തൊരു കാവക്കാരൻ വന്നിട്ട് ഒരു ചീട്ട് കൊടുക്കുകയാണ്. ആർക്ക്? ബ്രഹ്മാവിന്. സോറി, അങ്ങയെ സർവീസിൽ നിന്ന് പിരിച്ചു വിട്ടിരിക്കുന്നു. ഇവിടെ പുതിയൊരു ബ്രഹ്മാവ് ഇതാ ടിഫിനൊക്കെ കഴിച്ചിട്ടേ ഓഫീസ് ടൈമായി വന്നോ, അങ്ങേക്ക് ഇറങ്ങിപ്പോവാന്ന്. നോക്കൂ, അമരേത്തിന് പറഞ്ഞാൽ ഈ നേരം വിളിച്ച എല്ലാം അവർ ദേവന്മാർ എന്ത് കഴിക്കണേ? അമൃതേത്ത് എന്നാണ്. അമരേത്ത് എന്നാണ്. അമരേത്തിനു വിഘ്നം ചെയ്തൊരു കുറ്റത്തിനങ്ങയെ, അമരേത്തിനു വിഘ്നം ചെയ്തൊരു കുറ്റത്തിനങ്ങയെ പിരിച്ചിരിക്കുന്നു പോലും. ഡിസ്മിസൽ ഓർഡറാന്നാണ് പറഞ്ഞത്. പുതുതായിട്ടൊരു നാൻമുഖൻ എനിക്ക് തോന്നുന്നില്ല. ഹരിദാസ് ഒരുപാട് മഹാന്മാരുടെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് ഇത്രത്തോളം സീരിയസ് ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഫോൺ ചെയ്ത് പറയാം എൻ്റെ അടുത്ത്, പ്ലീസ്. പിരിച്ചിരിക്കുന്നു പോലും പുതുതായൊരു നാൻമുഖൻ മഹാപ്രഭാവൻ ഇവിടം എഴുന്നള്ളിയിരിക്കയാം. കാരണം ഇനി കാണുന്നതൊക്കെ ബ്രഹ്മാവും കാണുന്നതൊക്കെ കൃഷ്ണനായി തീരാൻ പോവാ. ഏതാ യഥാർത്ഥ കൃഷ്ണൻ? ഏതാ? അപ്പം ഇനി മൂപ്പര് താഴത്തേക്ക് അരണ്യത്തിൻ്റെ മുകളിൽ കയറി അമ്പാടിയിലേക്ക് വരുന്നൊരു കാര്യമുണ്ട്, സന്ദർഭമുണ്ട്. അങ്ങനെ വന്നിട്ട് ഭഗവാനെ നമസ്കരിക്കുകയാണ്. നമസ്കരിക്കുമ്പോൾ ഒരു മുഖം മേപ്പെട്ട. അപ്പോൾ ഭഗവാൻ പറയുന്ന പോലെ വ്യാസർ എഴുതിയണത് എന്താ? കമന്ന് നമസ്കരിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന്. അല്ല, മലന്ന് നമസ്കരിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന്. ശരിയല്ലേ? നാൻമുഖൻ എന്ന് പറഞ്ഞാൽ 4 ഭാഗത്തേക്ക് മുഖനാണല്ലോ. അപ്പോൾ ഒരാൾ നമസ്കരിക്കുമ്പോൾ വേറൊരു മുഖം മേപ്പെട്ട് പോകണ്ടേ? ഇതാണ് വിറ്റ്. അല്ലാണ്ട് ഈ 1 ചിരി 2 ചിരിയിലുള്ളത് മുഴുവൻ വിറ്റല്ല. അത് ആക്രാന്തന് വേണ്ടിയിട്ട് എന്തൊക്കെയോ കാണിക്കാമെന്നല്ലാതെ കണ്ട് ശരിയായ വിറ്റ് അതാണ്. അവ അസല് വിറ്റ് കണ്ട ഒരാൾക്ക് ചെറിയ വിറ്റ് സന്തോഷം തരില്ല. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? മഹാപ്രഭാവൻ ഇവിടം എഴുന്നള്ളിയിരിക്കയാം, അങ്ങുടൻ വിട്ടുപോകണം വീണ്ടും കൽപ്പനയാം വരെ. ഇനി ഒരു ഓർഡർ ഉണ്ടാവടെ വരെ അങ്ങനെ ഇവിടെ വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ പുതിയ ആൾ ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. വിറച്ചു നാൻമുഖൻ
വറച്ചു നാൻ മുഖൻ വേഗം വൃന്ദാരണ്യത്തിലെത്തവേ ഉടൻ മൂപ്പര്, കാരണം ഇത് ആരുടെ ഓർഡർ എന്നൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായി കഴിഞ്ഞു. ഞാൻ അരുതാത്തത് ചെയ്തു പോയി, എനിക്ക് മാപ്പ് തരണം എന്നാ. വിറച്ചു നാൻ മുഖൻ വേഗം വൃന്ദാരണ്യത്തിലെത്തവേ ചങ്ങാതിമാരോടും കൂടി കളിയാടുന്നു കോമളൻ. ഭഗവാൻ ഒരു കുഴപ്പമില്ല, അദ്ദേഹം ആരേനൊക്കെയാണ് മറിച്ചിട്ടുള്ളത് അവരേനൊക്കെ വെച്ചും കൊണ്ട് കളിയാടുന്നു കോമളൻ. മായയിൽ താൻ മറച്ചുള്ള കൂട്ടരെ ഒക്കെ അതേവിധം അവിടെ തന്നെയും ഉണ്ട് ഈ മട്ടിവിടം കാൺമതെങ്ങിനെ. അപ്പോൾ ബ്രഹ്മാവ് ഗോകുലവാസികളെയും ഗോപകുമാരന്മാരെയും അവർ മേച്ചിരുന്ന പശു സമ്പത്തിനെയും അത് അവിടെ തന്നെ ഉണ്ട്, ഇവിടെ അതേപോലെ ഉണ്ട്. ഏതാ ഒറിജിനൽ, ഏതാ ഡ്യൂപ്ലിക്കേറ്റ്? മായയിൽ താൻ മറച്ചുള്ള കൂട്ടരൊക്കെ അതേവിധം അവിടെ തന്നെയും ഉണ്ട് ഈ മട്ടിവിടം കാൺമതെങ്ങിനെ. ഇവരേവരും എങ്ങുള്ളോരാവാം കൃഷ്ണൻ്റെ കൂടെവേ. കൃഷ്ണൻ്റെ കൂടെ ഉള്ളവർ ഇപ്പോൾ എവിടുത്തുകാരാ ചോദിക്കാൻ പറ്റുമോ? ഞാനിങ്ങനെ ഒരു ഗതികേട് ചെയ്തിട്ടുണ്ട് എന്ന് എങ്ങനെ പറയാതെ കണ്ടിരിക്കാം. ഇവരേവരും എങ്ങുള്ളോരാവാം കൃഷ്ണൻ്റെ കൂടവേ അതേമാതിരിയായി തന്നെ കാണുകയാണെന്തരത്ഭുതം. തലനാരിഴയ്ക്ക് വ്യത്യാസമില്ല, ഉയരം, തടി, മുടി, എന്തൊക്കെയുണ്ടോ അതൊക്കെ ആസ് ഇറ്റ് ഈസ്. അങ്ങു ഞാൻ കൊണ്ടുപോയോരോ ശരിയായുള്ള കുട്ടികൾ അതല്ലെന്നെ കളിപ്പിക്കാം ആദ്യമേ മാറി നിന്നതോ. ഇപ്പം എന്നെ കളിപ്പിക്കാണോ എന്ന് ആർക്ക് തോന്നി? നാൻമുഖന് തോന്നി, അല്ലെങ്കിൽ ബ്രഹ്മാവിന് തോന്നി. ഓർത്തു സത്യമതോ സത്യം ഇതോ രണ്ടും ഒരേ തരം. ഓർത്തു സത്യം അതോ സത്യം ഇതോ, അതാണോ സത്യം ഇതാണോ സത്യം, ഏതാണ് ശരി പറയൂ? ഭഗവാന് അനൃതം വേണ്ട, അസത്യം വേണ്ട. ഭഗവാൻ സത്യസ്വരൂപനാണ്, പ്രേമസ്വരൂപനാണ്. അതും ഭഗവാൻ തന്നെ, ഇതും ഭഗവാൻ തന്നെ. ഓർത്തു സത്യം അതോ സത്യം ഇതോ രണ്ടും ഒരേ തരം. അടയാളങ്ങൾ കണ്ടുള്ളതൊക്കെയും ശരീരണ്ടിനും. അതായത് നമ്മൾ ഈ SSLC സർട്ടിഫിക്കറ്റിൽ നമ്മുടെ ഐഡൻറ്റിഫിക്കേഷൻ, 2 ഐഡൻറ്റിഫിക്കേഷൻ. എനിക്കൊന്ന് ഈ കൈത്തണ്ടയിൽ ഒരു ബ്ലാക്ക് മോളുണ്ട്, ഇതാ ഇവിടെ. പിന്നൊന്ന് ഈ കറുത്ത മോൾ ഇവിടെ നിന്നുണ്ട്. അങ്ങനെ ഓരോരുത്തർക്ക് 2 കാക്കപ്പുള്ളികൾ എവിടെയെങ്കിലും ഉള്ളതൊക്കെ പറയും. ഇവിടെ ബ്രഹ്മാവ് മറച്ച പശുക്കളുടെയും ഗോപക്കുട്ടികളുടെയും അതേ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് തന്നെയാണ് ഗോപസ്ത്രീ ഇപ്പോൾ കൃഷ്ണൻ മേയ്ക്കുന്ന കുട്ടികളിൽ. അടയാളങ്ങൾ കണ്ടുള്ളതൊക്കെയും ശരീരണ്ടിനും. ഇപ്പോൾ കുറച്ച് നേരമായിട്ട് ആ മിന്നി എന്നുള്ളത് വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ 133 വരെ ഞാൻ മറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 134. എന്തൊക്കെ നോക്കണം, സന്തോഷം തരുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ അദ്ദേഹം പറയണു, അതെ. അപ്പം ഞാൻ പേജ് മാറിയോ? അതെ. അപ്പോൾ ഓർത്തു സത്യമതോ സത്യം ഇതോ രണ്ടും. എനിക്ക് ആകെപ്പാട് കൂടിയിട്ടേ തലങ്ങട് പെരുത്തുന്നു. സത്യം തലങ്ങട് പെരുത്തു. തലങ്ങട് പെരുത്തുന്നു. ഒരു കനം ഉണ്ടോ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, കാറ്റ് ഭയം കൂട്ടത്തിലായിപ്പോയി. ഇവിടെ അല്ല, ആ ഹാങ് ഓവർ മാറ്റി തന്നെ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓർത്തു സത്യമതോ സത്യമിതോ രണ്ടും ഒരേ തരം. അടയാളങ്ങൾ കണ്ടുള്ളതൊക്കെയും ശരീരണ്ടിനും. വിശ്വമോഹനനായി മിന്നും വിഷ്ണുവെ താൻ കൊടുക്കുവാൻ പുറപ്പെട്ട
ജനം അമ്മട്ടിൽ തന്നെ താനെ കൊടുക്കിനാൻ. ഇതാണ് നമ്മൾ 8, 10, 12 വയസ്സിൽ പഠിക്കണമെന്ന് പറയാൻ കാരണം. വിശ്വമോഹനനായി മിന്നും വിഷ്ണുവേ താൻ കൊടുക്കുവാൻ പുറപ്പെട്ട അജൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് അമ്മട്ടിൽ തന്നെ താനേ കൊടുങ്ങിനാൻ. വാളെടുത്തവൻ വാളാൽ എന്നുള്ള ഉപയോഗം ഇതിൽ നിന്ന് കടർത്തതാണ്, ഭാഗവതത്തിൽ നിന്ന് കടർത്തതാണ്. വാളെടുത്തവൻ വാളാൽ. വേറൊരാൾ നശിക്കണമെന്ന് നമ്മൾ വിചാരിച്ചാൽ നശിക്കണം നമ്മളാണ്. അതിന് വലിയൊരു ഉദാഹരണം ആണ് ഈ വത്സസ്തേയം എന്നുള്ള കഥ. വിശ്വമോഹനനായി മിന്നും വിഷ്ണുവേ താൻ കൊടുക്കുവാൻ പുറപ്പെട്ട അജൻ അമ്മട്ടിൽ തന്നെ താനെ കൊടുങ്ങിനാൻ. മഞ്ഞിൻ നിറം ഇരുട്ടിങ്കൽ മങ്ങിപ്പോകുന്ന മാതിരി. മഞ്ഞിൻ നിറം, മഞ്ഞിൻ നിറം അതായത് ഐസ്. ഈ കോടമഞ്ഞ് സൂര്യൻ ഉദിച്ചാൽ ഇല്ലാണ്ടാവും, കോടമഞ്ഞ്. ശബരിമലയ്ക്ക് പോകുമ്പോഴൊക്കെ കാണാം. ഇപ്പം അടുത്ത് ഞാൻ എവിടേക്കോ പോകുമ്പോൾ ഒരു കോടമഞ്ഞ് കാണണ്ടായി. അത് ഈ എന്താണ് പറയുക, കുന്ന് ഭാഗമുള്ള സ്ഥലത്താണ് കൂടുതൽ വരിക, കുന്ന് മലകളൊക്കെ ഉള്ള സ്ഥലത്ത്. അപ്പോൾ മഞ്ഞിൻ നിറം ഇരുട്ടിങ്കൽ മങ്ങി പോകുന്ന മാതിരി മിന്നാമിനുങ്ങു സൂര്യൻ്റെ മുമ്പിൽ മിന്നാത്ത മാതിരി. മിന്നാമിനുങ്ങ് കർത്തവാകുന്ന ദിവസമൊക്കെ രസമാണ്. വേലിയിൽ ഇപ്പോൾ ഞാനൊക്കെ കുട്ടിക്കാലത്ത് വേലിയമ്പലാണ് ഇതൊക്കെ കണ്ടിട്ടുള്ളത്. വേലിയമ്പൽ സൂക്ഷിച്ച് നോക്കിയാൽ ഒരാൾ ബീഡി വലിക്കുമ്പോൾ ആ ബീഡിയുടെ തലപ്പത്തുള്ള തീയിനൊരു ബ്രൈറ്റ്നെസ് ജാസ്തി ഉണ്ട്, അതേപോലെ തോന്നും മിന്നാമിനിങ്ങനെ. പകലോ അവർ പറക്കുന്നുണ്ട്, പക്ഷേ പകൽ നമുക്കറിയില്ല, കാരണം സൂര്യനാണ് മേലെ. അപ്പോൾ പറഞ്ഞു മിന്നാമിനുങ്ങു സൂര്യൻ്റെ മുമ്പിൽ മിന്നാത്ത മാതിരി മഹാന്മാരോട് എതിർത്തിയിടിൽ അല്പൻ താൻ തന്നെ കെട്ടുപോം. മഹാന്മാരോട് നമ്മൾ എതിർക്കരുത്. കാരണം അവരുടെ ഉള്ളിൽ പ്രകടമാകുന്ന ചൈതന്യമാണ്. എന്നാൽ അല്പത്തരമുള്ളവൻ്റെ ഉള്ളിലുള്ള ചൈതന്യം പ്രകടമാവില്ല. അവൻ്റെ പരമാവധി ജീവാത്മാവ് അത്രയേ ഉള്ളൂ. ഇതാ പരമാത്മാക്കളാണ്. ആത്മാവ് പരിമിതിയുള്ളതും അപരിമിതിയാവുന്നതും കൂടിയുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. മഹാത്മാക്കൾക്ക് ഇൻഫിനൈറ്റാണ്, ഫൈനൈറ്റല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് മഹാന്മാരോട് എതിർത്തിയിടിൽ അല്പൻ താൻ തന്നെ കെട്ടുപോം. ഈ വണ്ണം വിഷമെച്ചും കൊണ്ട് അജൻ ഒട്ടേറെ മാഴുകവേ ദുഃഖിച്ചു. ബ്രഹ്മാവ് ദുഃഖിച്ചു. കാണായി വന്നു ഘനശ്യാമ പ്രഭയൊന്നു പരന്നതായി 1000 പൂർണ്ണചന്ദ്രന്മാരുദിക്കുന്ന മാതിരി. എന്താ ഇവിടെ 1000 സൂര്യന്മാരെന്ന് പറഞ്ഞില്ലല്ലോ? കാരണമുണ്ട്. ഇദ്ദേഹം ഈ യദുവംശം ചന്ദ്രവംശത്തിൻ്റെ ബാക്കിയുള്ള ആൾക്കാരാണ്. ശ്രീരാമൻ സൂര്യവംശജാതനാണ്. ഇതൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ 1000 സൂര്യൻ ഉദിച്ച പോലെ എന്നല്ല, 1000 പൂർണ്ണചന്ദ്രന്മാരുദിക്കുന്ന മാതിരി ശീതളതയാണ്. എന്നാലോ പളപള എന്നുള്ള മിന്നിച്ചും. നീലത്താപ്പുകൾ നിരന്നെങ്ങും കത്തുന്ന നീലമത്താപ്പ്. ഇത് വ്യാസരുടെ അല്ല, ഈ ശ്ലോകം ഭട്ടതിരുടെയാണ്. കാരണം ഈ മത്താപ്പ് പ്രയോഗം എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും നമസ്കാരം ടു താമരശ്ശേരി കൃഷ്ണൻ ഭട്ടതിരി. ഒരു കൂട്ടം നീലമത്താപ്പ് പ്രശോഭ എങ്ങനെ, അതേപോലെ കൃഷ്ണന്ന്. നീലമത്താപ്പുകൾ നിരന്നെങ്ങും കത്തുന്ന മാതിരി സച്ചിൽ പ്രകാശം. ചിത്തിൽ നിന്നാണ്. സച്ചിൽ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ചിത്തിൽ പ്രകാശിക്കുന്നത്, കൺമുന്നിൽ പരന്നിടുന്ന മാതിരി. കൊതിച്ച മഞ്ജു മഹിമ കാണായി വന്നതു മാതിരി. ആരെ കാണണം എന്നുള്ള ആർത്തിയാണ് ഉള്ളിലെ. കൃഷ്ണനെ കാണണം, കൃഷ്ണനോട് മാപ്പ് പറയണം.
കൃഷ്ണനോട് ഞാൻ ഒരു അനീതി ചെയ്തു, എന്നെ ശിക്ഷിക്കരുതേ, എനിക്കൊരു ഓർഡർ തന്നിട്ടുണ്ട്, ഇന്ന് മുതൽ പുതിയ ബ്രഹ്മാവാണ്, അതൊന്ന് മാറ്റിത്തരണം, എനിക്ക് വേറെ ജോലിയൊന്നും അറിയില്ല. ആലോചിച്ച് നോക്കൂ, ഈ കസാലയിലും കൂടി ഇരിക്കുമ്പോഴത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആലോചിച്ച് നോക്കൂ. ഈ വ്യാസപീഠത്തിൽ ഇരിക്കുക, കൊതിച്ച മഞ്ജുമഹിമ കാണായി വന്നതുമാതിരി. എന്തിനാ നമ്മൾ കൊതിച്ചത്? എന്തിനാ കൊതിച്ചിട്ടുള്ളത്? ഭഗവാനെ കണ്ടുമുട്ടുക, വാക്കുകളെ കൊണ്ട് പന്താടാണ് ഇവിടെ വേദവ്യാസർ. അപ്പോൾ നമ്മളെവിടെ ഇപ്പോൾ ഇരിക്കുന്നത്? നമ്മളിപ്പോൾ ബ്രഹ്മാവിൻ്റെയും കൃഷ്ണൻ്റെയും ഇടയിൽ ഒരു ദിക്സാക്ഷിയായിട്ട്, ഇപ്പോൾ പാരീസിലാണ് ഒളിമ്പിക് നടക്കുന്നത് വിചാരിച്ചാൽ കൂടി ഇവിടെയാണ് ഇപ്പോൾ തിരനോട്ടമാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. വ്യാസർ ബ്രഹ്മാവ് തിരനോട്ടം നോക്കുകയാണ്, എവിടെ എൻ്റെ ഭഗവാൻ? അപ്പോഴാണ് നീലമത്താപ്പ് കാണണം. ഇത് കണ്ടിട്ട് അദ്ദേഹം അന്താളിക്കണമെന്ന് നമ്മൾ കാണണം. ഇവിടേക്ക് അങ്ങോട്ട് നോക്കാൻ വയ്യ, 1000 ചന്ദ്രനെ പോലെ. കൊതിച്ച മഞ്ജുമഹിമ കാണായി വന്നതുമാതിരി ഗോപപാലരും എന്നല്ല പൈക്കിടാങ്ങളൊക്കെയും, ഗോപപാലരും എന്നല്ല പൈക്കിടാങ്ങളുമൊക്കെയും ഓരോരോ വിഷ്ണുരൂപത്തിൽ മാറി മിന്നി ഞൊടിക്കകം. എല്ലാവരും കൃഷ്ണനായിട്ടും വിഷ്ണുവായിട്ടാണ് കാണുന്നത്. എല്ലാവരും കൃഷ്ണനായിട്ടും ഈ ഒരു കാഴ്ചയാണ് നമുക്ക് ആവശ്യം. കാണുന്നവരൊക്കെ ഭഗവാനാണെന്ന് വന്ന ശത്രുക്കൾ എവിടെ, മിത്രങ്ങൾ എവിടെ? ഹരിദാസേ, ആലോചിച്ച് നോക്കൂ. എല്ലാവരും ഭഗവത് ചൈതന്യമുള്ളവരാണ്. ഓരോരോ വിഷ്ണു രൂപത്തിൽ മാറി മിന്നി ഞൊടിക്കകം മമ്മട്ടിൽ വിലസി പുണ്യ വൃന്ദാരണ്യം മുഴുക്ക. വൃന്ദാരണ്യത്തിലെ പച്ച ഇലകളൊക്കെ മഞ്ഞപ്പാട്ട് കൊടുത്ത ശ്രീകൃഷ്ണനും വിഷ്ണുവായിട്ട് മാറിയതാണ്. ഇതിൻ്റെ മുമ്പൊരു പ്രാവശ്യം ഒരു പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഈ കൊല്ലങ്കോട് വിദ്വാൻ സാഹിത്യകേശരി ഗോപാലൻ നായർ അദ്ദേഹത്തിൻ്റെ ഈ ഭാഗവത എന്താണെന്നാ പറയാം, അതെ, ഭാഗവതത്തിന് 8 വോള്യം, അതാണിപ്പോൾ കാലത്ത് പറഞ്ഞുകൊണ്ടിരിക്കണത്. അത് ഞാൻ നിങ്ങൾക്ക് ഇത് എല്ലാവർക്കും അറിയില്ലല്ലോ. ഈ ഒരു പുസ്തകമാണ്. ഇതിപ്പോൾ എങ്ങനെ കാണിച്ചാലേ ശരിക്കും അറിയില്ല. ഇത് ഭാഗവത ഇതേമാതിരി 8 പുസ്തകം വായിച്ചു. ഞാൻ എങ്ങനെയാണ് വായിച്ചത്? എനിക്ക് ചില ട്രിക്സൊക്കെ ഭഗവാൻ തോന്നിപ്പിക്കും. എടാ വിവരം ഇല്ലാത്തവനെ, നീ സംസ്കൃത ശ്ലോകമൊന്നും പറയണ്ട, പദാനുപർത്തം പറയണ്ട, കണ്ണ് ചീമ്പിട്ട് അത്രയും സ്പീഡിൽ അല്ലെങ്കിൽ മനസ്സിരുത്തി ആഖ്യാനം മാത്രം വായിക്കുക പറഞ്ഞു എൻ്റെ അടുത്ത്. അയാൾ അങ്ങനെ തന്നെ ആഖ്യാനം മാത്രം വായിച്ചു. യു വിൽ നോട്ട് ബിലീവ്, ഒരു 3 മാസത്തിന് എനിക്ക് പച്ചനിറം എന്താണെന്നറിയില്ല, കാണുന്നതൊക്കെ ഭഗവാനായിട്ട്. അതായത് നമ്മുടെ ഒരു സങ്കല്പം ഉണ്ടല്ലോ, പീലി വെച്ചത്, തലമുടി, കഴുത്തിന് വേറെ പിന്നെ തൂങ്ങി നിൽക്കണത്, തെരുമുടി, ഗോപിക്കുറി, പിന്നെ കർണകുണ്ടലങ്ങൾ, അദ്ദേഹത്തിൻ്റെ കിങ്ങിണികൾ, അരക്കെട്ട്, കോണകം, ഇങ്ങനെയുള്ളതൊക്കെ അങ്ങനെ തോന്നും. പിന്നെ മഞ്ഞപ്പെട്ട് നമ്മളെ എന്താ പറയുക, മഞ്ഞക്കമാല, ജോണ്ടിസ് വന്ന് അങ്ങനെ അത്ര അതേപോലെ. എന്നാൽ ജോണ്ടിസ് അല്ല കേട്ടോ, അതേപോലത്തെ ഒരവസ്ഥയാണ് ഇവിടെ. ഓരോരോ വിഷ്ണു രൂപത്തിൽ മാറി മിന്നി ഞൊടിക്കകം മാമട്ടൽ വിലസി പുണ്യവൃന്ദാരണ്യം മുഴുക്കയും. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നാളെ മതിയെന്ന് എൻ്റെ അഭിപ്രായം. കാരണം 32ാമത്തെ ശ്ലോകം മുതൽ അവസാനം വരെ 48 വരെ എന്തപ്പം ഞാൻ പറയാം, ഞാൻ വായിക്കാം, ഉണ്ടാക്കണ്ട. നാളത്തെ കാര്യം ദൈവത്തിനല്ലേ അറിയുള്ളൂ. ഇന്ന് ചെയ്യേണ്ടത് നമ്മളാണ് ചെയ്യുക. മഴ ഒഴിഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ 32ാമത്തെ ശ്ലോകം.
ശംഖചക്രഗദാ പത്മവരായുധ വിരാജിതം. ഈ കാണുന്ന വിഷ്ണുരൂപം എങ്ങനെയാണ്? ശംഖചക്രഗദാ പത്മവരായുധ വിരാജിതം ചതുർഭുജം വന്യമാലാ വിഭൂഷിത കളേബരം. വന്യമാല എന്ന് പറഞ്ഞാൽ കാട്ടുപൂക്കളെ കൊണ്ടുണ്ടായിട്ടുള്ള വനമാല. വിഭൂഷിത കളേബരം, ശരീരം വിഭൂഷിത കളേബരം. കിരീട ഹാര കടക കടിസൂത്രമനോഹരം. കിരീടഹാര കടക കടിസൂത്രമനോഹരം. ശ്രീവത്സാംഗത കേയൂരമണി കങ്കണമണ്ഡിതം. മഹാവിഷ്ണുവിൻ്റെ അംഗപ്രത്യംഗങ്ങൾ ഇങ്ങോട്ട് വർണ്ണിക്കുകയാണ്. കിരീടഹാര കടക കടിസൂത്രമനോഹരം. ശ്രീവത്സാംഗ ഗത കേയൂരമണി കങ്കണമണ്ഡിതം. കാഞ്ചീകലാപ കനകാംബര മഞ്ജീരശോഭിതം. കാഞ്ചീകലാപ കനകാംബരം മഞ്ജീരശോഭിതം. ഭക്തോത്തമന്മാരോരോരോ വിഗ്രഹങ്ങളിൽ എമ്പോടും. ഭക്തന്മാർ വനമാല ചാർത്താൻ ഗംഭീരന്മാരാണ്. ഭക്തോത്തമന്മാരോരോ വിഗ്രഹങ്ങളിൽ അമ്പോടും ചാർത്തിച്ച തുളസിമാല. അല്ലേ? തുളസിമാലയാണ് കൃഷ്ണൻ്റെയും വിഷ്ണുവിൻ്റെയും വിഗ്രഹത്തിൽ. അതന്നെ എല്ലാവർക്കും ചാർത്തിച്ച തുളസിമാല ഉടലാകവേ ഏന്തിയും. ഉടൽ കാണില്ല, മുമ്പിൽ ഇങ്ങനെ നോക്കിയാൽ തുളസിമാലയുള്ളൂ. ഇപ്പോൾ ഈ വീഡിയോസൊക്കെ വരുമല്ലോ, പിന്നെ ഗുരുവായൂർന്ന് അതിൽ ആ വലിയ ദേവസ്തംഭത്തിന് അവിടെ വലിയൊരു ആചാനബാഹു എന്താ പറയുക ഭണ്ഡാരം വെച്ചിട്ടുണ്ട്. അതിലിപ്പോൾ കുറച്ച് കാലമായിട്ട് ഒരു ഗുരുവായൂരപ്പൻ്റെ പ്രതിമയും എല്ലാവർക്കും അവിടെ തന്നെ ഭഗവാനെ തറക്കാൻ വയ്യാത്തവർക്ക് അവിടെ തന്നെ ഒരു ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം വെച്ചിട്ട് വിഗ്രഹം കുറച്ചേ കാണുള്ളൂ, ബാക്കിയൊക്കെ തുളസിമാലേ. ഞാൻ വീഡിയോ കാണും, ഒരു സല്യൂട്ട് കൊടുക്കും, എനിക്കിപ്പോൾ അതേ നിവൃത്തിയുള്ളൂ. അളിയാ ഒക്കെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞ മാതിരി ഭക്തി പ്രകടിപ്പിക്കാനുള്ളതല്ല, ഭക്തി സായുജ്യ സാമീപ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കണ്ണടയ്ക്കുക, കണ്ടോളുക. എന്താ ഇപ്പം ചെയ്യുക? എന്തോ നന്നായി ഈ ഒരു ഫീൽഡിൽ വന്നത്, ഞാൻ അത്രേ പറയുള്ളൂ. അപ്പോൾ കാഞ്ചീകലാപകനകാംബരമഞ്ജീരശോഭിതം ഭക്തോത്തമന്മാരോരോരോ വിഗ്രഹങ്ങളിൽ അമ്പോടും ചാർത്തിച്ച തുളസി മാല ഉടലാകവേ എന്തിയും ആശ്രയിപ്പോർക്ക് സൗഭാഗ്യം ഉളവാക്കി വളർത്തുവാൻ. മതി, അത് മതി. ഈ ഒരു ശ്ലോകമാണ് എന്നെ സംബന്ധിച്ചോളം എന്താ, ആശ്രയിപ്പോർക്ക് സൗഭാഗ്യം ഉളവാക്കി വളർത്തുവാൻ രജസത്വങ്ങളെന്നും താൻ കൈകൊണ്ടിടുന്ന മാതിരി. രജോ ഗുണത്തെയും രജസത്വങ്ങളെന്നും താൻ കൈകൊണ്ടിടുന്ന മാതിരി. അരുണാപാങ്കവും പൂപുഞ്ചിരിയും പൂണ്ടുമിന്നിയും അരുണാപാങ്കവും പൂപുഞ്ചിരിയും പൂണ്ടുമിന്നിയും ഓരോ കിടാവും പശുക്കളാവാം, കുട്ടികളാവാം. ബ്രഹ്മാദി വിണ്ണോർ ചെയ്യും പലേവിധം. ബ്രഹ്മാദി വിണ്ണോർ ദേവന്മാരും ബ്രഹ്മാവും ചെയ്യുന്ന പലേവിധം പുണ്യനർത്തന ഗീതാദി പൂജയേറ്റു വിളങ്ങിയും. ഓരോരുത്തരും ഓരോരോ വിഷ്ണുരൂപവും ഓരോരോ കൃഷ്ണരൂപവും എന്താ ചെയ്യണത്? പുണ്യനർത്തന ഗീതാദി പൂജയേറ്റു വിളങ്ങിയും. ഇതൊക്കെ നമ്മൾ ചെയ്യണം. പൂജ നടക്കുമ്പോൾ പാട് നാരായണ ഹരേ നാരായണ ഹരേ. കാലൊക്കെ ഒന്ന് ചലിപ്പിക്കുക. ഒരു ഉന്മാദം വന്ന കൂട്ടത്തിൽ കള്ളു കുടിച്ചിട്ടുള്ള ഉന്മാദമല്ല, അല്ലെങ്കിൽ കഞ്ചാവ് വെച്ചുള്ള ഭക്തിരസാനുഭൂതി ഉണ്ടാകുമ്പോൾ ഒരു ഉന്മാദമുണ്ട്. അപ്പോൾ പുണ്യനർത്തന ഗീതാദിപൂജയേറ്റു വിളങ്ങിയും കൈകൂപ്പി നിന്നിടും കാലം
സംസ്കാരമഹതാദിയിൽ ഇതിലും ഇതെന്ത് സംസ്കാരം? അഞ്ജലിബന്ധം ചെയ്യുക, നൃത്തമാടൂ കൃഷ്ണ. നമ്മൾ നൃത്തമാടുക, ഭഗവാനെ കണ്ടോളൂ, എനിക്കറിയാം നൃത്തമൊക്കെ ചെയ്യാൻ, കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞ് നിലവിളിക്കന്നെ, വേറൊന്നും ചെയ്യല്ല. കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞങ്ങോട്ട് നിലവിളിച്ചാൽ കണ്ണു തുടയ്ക്കും. കുറേ പേര് കഴിഞ്ഞാൽ പിന്നെ ആനന്ദ കണ്ണീര് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ദുഃഖമില്ലാണ്ട് ആയി കഴിഞ്ഞാൽ പിന്നെന്താ? ആനന്ദ കണ്ണീര് മാത്രം. കൈക്കൂപ്പി നിന്നിടും കാല സംസ്കാര മഹതാദിയിൽ മന്ദസ്മിത പൊലിമയാൽ, ആ മന്ദസ്മിത പൊലിമയാൽ പ്രകാശമുളവാക്കിയും സത്യജ്ഞാനാനന്ദരൂപം. എന്താ ഭഗവാന്റെ രൂപം? എന്താ? സത്യജ്ഞാന ആനന്ദരൂപം. കണ്ണിൽ കാണായി വരും വിധം. അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഉറങ്ങാൻ പറ്റില്ല. അപ്പം എന്താ നല്ലത്? ഇതങ്ങോട്ട് പറഞ്ഞാൽ ക്ഷീണിക്കും. നമ്മൾ ക്ഷീണിച്ചാൽ കിടന്നുറങ്ങാം. ഇത് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന എന്തുകൊണ്ട് പറഞ്ഞെന്നില്ല നീ ഇന്ന്? എന്താ പറയുക? അവനവരുടെ മനസ്സിൽ അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ദാസനല്ലേ നമ്മൾ, ഭഗവാന്റെ ദാസനല്ലേ? അങ്ങനെ ചോദിക്കൽ അടവെത്തിക്കണോ? കൈക്കൂപ്പി നിന്നിടും കാലം സംസ്കാര മഹതാദിയിൽ മന്ദസ്മിത പൊലിമയാൽ പ്രകാശമുളവാക്കിയും സത്യജ്ഞാന ആനന്ദരൂപം കണ്ണിൽ കാണായി വരും വിധം ഭക്തിക്കു മാത്ര വശമാം കാരുണ്യത്തള്ളലേന്തെയും. എന്താ പറഞ്ഞത്? ഭക്തിക്കു മാത്രം വശമാം. ഭഗവാൻ വേറെ ഒന്നിനും വശാവില്ല. സിൻസിയറിറ്റി. കൃഷ്ണ വേറെ ഒരു നിവൃത്തിയുമില്ല ഭഗവാന്. ഈ 4 അക്ഷരം അതിൻ്റെ മഹിമ. എനിക്കറിയില്ല എങ്ങനെയാണ് 2020 മാർച്ച് 19 ഗുരുവായൂരമ്പലത്തിൽ അധ്യാത്മിക ഹാളിലെ ഒരു പ്രഭാഷണം ഒരു കേരള ബ്രാഹ്മണൻ്റെ ഔദാര്യത്തിൽ നാരായണ ജപ മഹാത്മ്യം ചെയ്യിപ്പിച്ച മഹാനല്ലേ. അത് ഭംഗിയായിട്ട് കഴിഞ്ഞു. 662 എപ്പിസോഡ് അതുകൊണ്ട് കഴിഞ്ഞുവോ? ഇല്ല. ശ്രീകൃഷ്ണ കഥാമൃതം തുടങ്ങി, അതിപ്പോൾ അത്ര 500 ചില്ലാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സമ്മതിച്ചില്ല. മൂലെടുക്കുക നീ. ഓരോരുത്തരെ കൊണ്ടാണ് പറയിപ്പിക്കാൻ നമ്മളാണ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഒരു സ്ത്രീ അങ്ങോട്ട് വാശി പിടിച്ച് മൂലം കേൾക്കണം. പറ്റില്ല, പറയാൻ പറ്റുമോ? എന്താ ഇവിടെ പറഞ്ഞത്? ഭക്തിക്കു മാത്ര വശമാം. അല്ലെങ്കിൽ കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ട് BSc MS ഉള്ളൊരു കുട്ടി ഇൻ്റർ ഡിസിപ്ലിനറി കോഴ്സിൽ PhD ചെയ്തു എന്നും പറഞ്ഞ് ഡെൻമാർക്ക് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പും കഴിഞ്ഞ അയാളുടെ പേര് നാരായണനാണ്, ഞങ്ങൾ കണ്ണാന്ന് വിളിക്കും. അവിടെ ഫാക്കൽറ്റി ആയിട്ട് വയ്ക്കുക ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കെമിക്കൽ എൻജിനീയറിങ്. യു ജസ്റ്റ് ഇമാജിൻ. നമുക്കും പറ്റില്ല, വേറെ മനുഷ്യന്മാർക്ക് പറ്റുമോ? അത് പറ്റില്ല. അതാണ് ദൈവികത. ആ ദൈവികത കയ്യിൽ നിന്ന് പോയതേ ഭഗവാനെ എന്ന് ആർത്തനാദം മുഴക്കും ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ. ഇതന്നെ സന്ദർഭം. എന്താ സന്ദർഭം? ഭക്തിക്കു മാത്രം വശമാം കാരുണ്യ തള്ളലേന്തിയും ഒപ്പം സർവരെയും കണ്ടാൻ ബ്രഹ്മരൂപത്തിൽ നാൻമുഖൻ. ബ്രഹ്മാവിന് ഇത് ഏതാ ശരിക്കുള്ള കൃഷ്ണൻ? ഇതിപ്പോൾ ഏതാ മഹാവിഷ്ണു? ഒന്നും അറിയില്ല. ഒപ്പം സർവരെയും കണ്ടാൻ ബ്രഹ്മരൂപത്തിൽ നാൻമുഖൻ. മിന്നിന്ന് വരും, അതാ കറക്റ്റ് ചെയ്യണത്. ഒപ്പം സർവരെയും കണ്ടാൻ ബ്രഹ്മരൂപത്തിൽ നാൻമുഖൻ. ഈ മട്ടിൽ വിശ്വം മിന്നിക്കും. 137 ലീലാകാന്ഡം മൊത്തത്തിൽ 137ാമത്തെ മിന്നിക്കലാണ്. എന്താ എനിക്കിങ്ങനെ തോന്നിയതെന്ന് അറിയില്ല. ഈ മിന്നിക്കൽ ആവശ്യം വരികയാണ്. ഈ മട്ടിൽ വിശ്വം മിന്നിക്കും കൃഷ്ണൻ്റെ കൃപ കൊന്നിനാൽ. ആശ്ചര്യത്താൽ അനങ്ങിടാൻ പോലും ആളായിടാതെ. അനങ്ങാൻ പറ്റില്ല. ഈ തല മടക്കിയിട്ടുള്ള വൃക്ഷം പോലെ ഇങ്ങനെ നിൽക്കുകയാണ്, തല കുമ്പിട്ടിട്ട്. അനങ്ങിയില്ല. ഒരു സ്തൂപം പോലെ, ഒരു കോൺക്രീറ്റ് പില്ലർ പോലെ, കൊമ്പുകളാഞ്ഞൊരു മരം പോലെ ഇങ്ങനെ നിൽക്കണം.
ആശ്ചര്യത്താലനങ്ങിടാൻ പോലും ആയിടാതെ ചെന്നിന്നുപോയി നാൻമുഖം പൂണ്ട പുത്തൻ പൊൻപാവ പോലവേ. നാൻമുഖം പൂണ്ട ഒരു പുത്തൻ പാവ കണക്കെ നിന്നു. ആലോചിച്ച് നോക്കൂ. പ്രകൃതിക്കെത്രയോ മോളിൽ നിൽപ്പോൻ. ആര്? ബ്രഹ്മാവി. പ്രകൃതിക്കെത്രയോ മോളിൽ നിൽപ്പോൻ ആഗമവാക്കുകൾ അതല്ലാതെ അവനിക്ക്. അതായത് ബ്രഹ്മസ്വരൂപമാണ്. വേദം വേദങ്ങളാണ് കയ്യിൽ അല്ലേ. അപ്പോൾ പ്രകൃതിക്കെത്രയോ മോളിൽ നിൽപ്പോൻ ആഗമവാക്കുകൾ അതല്ലാതവന് അവന് അല്ലാത്തവൻ ഈ കിത്താനറിയും പൊരുളാമ്പോൾ അല്ല, അതല്ലാതവനീ താൻ അറിയും അതല്ലാതവൻ അവനേക്ക് താൻ അറിയും പൊരുളാമ്പരൻ. അതായത് എന്താ പറയാ, ബ്രഹ്മാവിന് താൻ അറിയും പൊരുളാമ്പരൻ, പരമമായ പൊരുളിന് താൻ അറിയും. കാരണം ഒരു പ്രാവശ്യം ഈ താമര കുഴലിൽ കൂടെ പോയിട്ട് കാണാതെ കണ്ട് തവ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ദർശനം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ താൻ അറിയും പൊരുളാമ്പരൻ ബ്രഹ്മാവിന് ഈ വിധം തൻ്റെ മഹാമഹിമ കാണുവാൻ ആവില്ലെന്നോർത്തലിഞ്ഞ ഈശൻ കാണിച്ചു കൊടുത്തതാണ്. ഇതുവരെ എൻ്റെ രൂപം ശരിക്ക് കാണാൻ എൻ്റെ മകന് പറ്റിയിട്ടില്ലല്ലോ അല്ലേ. ആരാ മകൻ? ബ്രഹ്മാവ്. അച്ഛനല്ലേ സ്ഥാനം കൊണ്ട് തൻ്റെ പൊക്കിളിൽ ഉണ്ടായ താമര സദൃശമായ ഭൂമിയിൽ സൃഷ്ടിക്ക് ഉള്ള രജോ ഗുണപ്രധാനിയായിട്ടുള്ള ആളാണ് അല്ലേ. നമ്മൾ കഥ പറയുമ്പോൾ പറയും ഏകമായ പരബ്രഹ്മത്തിൽ നിന്ന് ത്രിവിധമായി പിരിഞ്ഞു എന്നൊക്കെ പറയാം. പക്ഷെ സത്യത്തിൽ എന്താ? ആവില്ലെന്നോർത്ത് അലിഞ്ഞ് ഈശൻ മായതൻ മറനീക്കവേ മോഹാലസ്യം നീങ്ങി എഴുന്നേറ്റുടൻ കൺമിഴിച്ച് അജൻ ഓർമ്മിച്ചു തന്നെയും വിശ്വത്തെയും മുമ്പത്തെ മാതിരി മായെന്ന് അങ്ങോട്ട് വിളിച്ചു. ഒരു കരുണ കാണിച്ചു ഭഗവാൻ. ആ കരുണയല്ലേ നമ്മളും കാണുന്നത്. കരുണ കണ്ടില്ലെങ്കിൽ ഭഗവാന്റെ കരുണ ഓരോ കാര്യത്തിലും നമ്മൾ അനുഭവിച്ചത് മറന്നാൽ നമ്മൾ നന്ദിയില്ലാത്തവനാവില്ലേ ഹരിദാസേ? നീ ഇത് ആലോചിച്ച് നോക്ക്. അപ്പോൾ മോഹാലസ്യം നീങ്ങി എഴുന്നേറ്റുടൻ കൺമിഴിച്ചജൻ ഓർമ്മിച്ചു തന്നെയും വിശ്വത്തെയും മുമ്പത്തെ മാതിരി ചുറ്റും നോക്കിയിടവേ കണ്ടു വൃന്ദാരണ്യം മനോഹരം ഭഗവത് സന്നിധാനത്താലെന്നും വിഷയകപാവനം ശത്രുമിത്രാദിഭേദം വിട്ട് അന്യോന്യം സ്നേഹവായ്പിനാൽ പശുപക്ഷികളും തമ്മിൽ ഇണങ്ങി വിലസുന്നതായി. വേറെ ഞാൻ ഒന്നും പറയില്ല, അങ്ങോട്ട് പോവണേ. കണ്ടാൽ തൈർച്ചോറും മുരളയും കയ്യിലേന്തി വയസ്സരെ. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലല്ലേ കൊണ്ടുപോയത്. വനഭോജനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് കൊണ്ടുപോയതേ. അപ്പോൾ പശുപക്ഷികളും തമ്മിലിണങ്ങി വിലസുന്നതായി കണ്ടാൻ തൈർച്ചോറുരുളയും കയ്യിലേന്തി വയസ്സരെ വിളിക്കും ബാലഗോപാല ബ്രഹ്മത്തെ കൺകുളിർക്കവേ. ആര്? ബാലഗോപാല ബ്രഹ്മത്തെ കൺകുളിർക്കവേ. ഞാനിവിടെ എൻ്റെ അച്ഛനെ നമസ്കരിക്കുക. എനിക്കിങ്ങനൊരു പേരിട്ടുണ്ട്, രാജഗോപാലൻ. അത് മതി, ധാരാളമായി. കണ്ടാർ തൈർച്ചോറും ഉരുളയും കയ്യിലേന്തി വയസ്സരെ വിളിക്കും ബാലഗോപാല ബ്രഹ്മത്തെ കൺകുളിർക്കവേ. അവസാനത്തെ ശ്ലോകം കേട്ടോ, അടിച്ച് പൊളിക്കണ്ട 8 വരി. ഉൾത്താപത്തൊടിറങ്ങി വേഗം മറയന്നത്തിങ്കൽ നിന്ന്. ഉൾത്താപത്തോട് ഉള്ളിലുള്ള മനോവ്യാധികളെ കൊണ്ട് തൻ്റെ വാഹനമായ അരയന്നത്തിൽ നിന്ന് ഇറങ്ങി. ആര്? ബ്രഹ്മാവൻ. ഉൾത്താപത്തോടിറങ്ങി വേഗം അരയന്നത്തിങ്കൽ നിന്ന് അത്രമേലാർ അർത്ഥാനുഗ്രഹശീലമോർത്തറികയാൽ. ഭഗവാന് തന്നെ അനുഗ്രഹിക്കാനുള്ള വെമ്പലം മനസ്സിലാക്കി കഴിഞ്ഞു. ആർത്താനുഗ്രഹം, ആർത്താനുഗ്രഹ ശീലമോർത്തറികയാൽ ആ തവിൽ മാപ്പേകുവാൻ
മാപ്പ് തരണേന്ന് പറഞ്ഞ് കരയണം. മാപ്പേകുവാൻ മർത്യാകാരമിയെന്നൊരു വ്രജമണിക്കുഞ്ഞിൻ്റെ കൊച്ചോമനക്കാൽത്താരിൽ കമലോദ്ഭവൻ കനകകദണ്ഡം പോലെ വീണോദിനാൻ. ഉൾത്താപത്തോടിറങ്ങി വേഗമരയണ്ണത്തിങ്കൽ നിന്ന് അത്രമേലാർത്താനുഗ്രഹശീലമോർത്തരുകയാൽ അത്തവിൽ മാപ്പേകുവാൻ മർത്യാകാരമിയൊന്നൊരാ വ്രജമണി കുഞ്ഞിൻ്റെ കൊച്ചോമനക്കാൽ താരിൽ കമലോദ്ഭവൻ കനകദണ്ഡം പോൽ വീണോദിനാൻ. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനേ ലീലാകാണ്ഡേ അഷ്ടചത്വാരി സത്സംഗഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണകഥാമൃതം എത്രയപ്പോൾ ഇത് എന്ന് ചോദിച്ചാൽ 556 ഭാഗം ഇവിടെ കഴിഞ്ഞു. 557 ബ്രഹ്മസ്തുതി നാളെ. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രാസസ് നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചേർക്കുന്നു. നമസ്കാരം. നാളെ കാണാം.